മുരുകന്റെ ജനന രഹസ്യം അറിയാമോ? നമുക്ക് നോക്കാം. ശിവപുത്രനാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്ന് വരം ലഭിച്ച താരകാസുരന്റെ അതിക്രമം പരിധി കടന്നപ്പോൾ ദേവന്മാർ ശിവപുത്രന്റെ ജനനത്തിനെ ആഗ്രഹിച്ചു. ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞെങ്കിലും രതിദേവിയുടെ ശാപത്തിനാൽ പാർവതിക്ക് ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാൻ കഴിഞ്ഞില്ല. ശിവപാർവതിമാർ ഒരു ഗുഹയിൽ ധ്യാനനിരതരായി. ധ്യാനത്തിനൊടുവിൽ പാർവതിയിൽ നിന്നും ശിവന്റെ പഞ്ചമുഖത്തിലെ തൃക്കണ്ണിൽ നിന്നും മഞ്ചുമായി 6 അഗ്നിഗോളങ്ങൾ ഉത്ഭവിക്കുകയും ഈ അഗ്നിഗോളങ്ങളെ വായുദേവൻ അഗ്നിദേവനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചൂട് സഹിക്കാൻ കഴിയാതെ അഗ്നിദേവൻ തീഗോളങ്ങളെ ഗംഗാദേവിയെ ഏൽപ്പിച്ചു. എന്നാൽ ചൂടിനാൽ ഗംഗയിലെ ജലം തിളച്ചു തുടങ്ങിയപ്പോൾ ഗംഗ ഗോളങ്ങളെ ശരവണപ്പൊയ്ക്കയിലെ താമരകളിൽ ഉപേക്ഷിച്ചു. മറ്റാർക്കും ആ ശക്തി താങ്ങാനാവാത്തതിനാൽ പാർവതിദേവി തന്നെയാണ് ആ ജലരൂപം സ്വീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. അഗ്നിഗോളങ്ങൾ 6 കുഞ്ഞുങ്ങളായി മാറുകയും കൃത്രികദേവിമാർ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുകയും ചെയ്തു. പിന്നീട് പാർവതി ദേവി കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുകയും അവർ ഒരുമിച്ച് 6 മുഖങ്ങളുള്ള അറുമുഖനായി വളരുകയും ചെയ്തു.